ഇന്ന് അല്പം കൂടെ താഴെയോട്ട് നമ്മൾ ഇറങ്ങി ചിന്തിക്കേണ്ടതിന് വേണ്ടി ഈ വെളിപ്പാടിനെ കുറിക്കുന്ന ഒരു ദൃശ്യം നമുക്കൊന്ന് നോക്കാം. 1-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. മതി. നീ കണ്ടതും ഇപ്പോഴുള്ളതും ഇനി വരുവാനുള്ളതും. യോഹന്നാനെ മറ നീക്കി തന്നെ ചിലത് കാണിച്ചു. ദൈവത്തിൻ്റെ നിത്യപരിപാടിയാകയാൽ എന്താ ഇതെന്ന് മനസ്സിലാകണമെന്നെങ്കിൽ വിശദീകരണമില്ലാതെ ഒക്കത്തില്ല. ദൈവവചനം പോലും ഗ്രഹിക്കണമെങ്കിൽ പൊരുൾ തിരിച്ചു തരുവാൻ ഒരാൾ ആവശ്യമുള്ള പല രംഗങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവ് പൊരുൾ തിരിച്ചേ മതിയാകൂ. പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച വ്യക്തികളും അത് ചെയ്തേ മതിയാകൂ. ഇവിടെ യേശു തന്നെ പൊരുൾ തിരിക്കുകയാണ്. നീ കണ്ടത് 2 കൂട്ടം സംഗതികളാണ്. 1 ഇപ്പോഴുള്ളത്, 2 മേലാൽ വരാനുള്ളത്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളതും വരുവാനുള്ളതും. പിന്നെ എൻ്റെ കയ്യിൽ കണ്ട നക്ഷത്രത്തിൻ്റെ മർമ്മവും നിലവിളക്കിൻ്റെ മർമ്മവും എഴുതുക. നിലവിളക്കുകൾ 7 സഭകളാകുന്നു. കയ്യിൽ കണ്ട നക്ഷത്രങ്ങൾ സഭയുടെ ദൂതന്മാരാകുന്നു. സഭയുടെ ദൂതന്മാരെന്നതിന് ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് ആലോചന പ്രാപിച്ച് ദൈവസഭയ്ക്ക് കൊടുക്കുന്ന സ്വർഗീയ ദൂതന്മാർ എന്ന ആശയത്തോട് ചേർന്ന് വരുന്ന മനുഷ്യരെ കുറിക്കുന്ന ഒരു പദമാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പാസ്റ്റേഴ്സിനെ കുറിക്കുന്നു എന്ന് പറഞ്ഞു. പാസ്റ്റേഴ്സ് ദൈവത്തിങ്കിൽ നിന്നും പ്രാപിച്ച് ജനത്തിന് കൊടുക്കേണ്ടവരാണ്. അവിടെയും ഇവിടെയും കേട്ടതും കണ്ടതുമല്ല നാം ജനത്തിന് കൊടുക്കേണ്ടത്. പത്രോസിനോട് യേശു സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് ജഡരക്തങ്ങൾ തന്നതല്ല, അവരിൽ നിന്ന് പ്രാപിച്ചതുമല്ല, പകരം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടാണ്. അതിൻ്റെ മേൽ മാത്രമേ ദൈവത്തിനൊരു പണി നടത്താൻ സാധിക്കുകയുള്ളൂ. ആ വെളിപ്പാട് തന്നെ ഒരു പാറയാണ്, അതിൻ്റെ മേൽ എനിക്കൊരു പണി ചെയ്യുവാനുണ്ട് എന്ന് പത്രോസിനോട് യേശു പറയുന്നത് കാണാം. ദൈവികമായി വെളിപ്പാടുകൾ പ്രാപിച്ച, ദൈവത്തിന് നിന്ന് പ്രാപിച്ച സഭയ്ക്ക് കൊടുക്കുന്ന ശുശ്രൂഷകന്മാരാണ് 7 നക്ഷത്രങ്ങൾ. അവരെൻ്റെ വലങ്കരങ്ങളിലുണ്ട്. 7 സഭകളുടെ കേന്ദ്രബിന്ദുവായി കർത്താവായ യേശു നടുവിൽ നിന്നു. ഈ നിന്ന സാഹചര്യത്തെ ഇന്നലെ ഞാൻ തൊട്ടു. സഭയുടെ 7 കാലഘട്ടങ്ങളായി തിരിക്കാം. സഭ ഭൂമിയിൽ സ്ഥാപിതമായ നാൾ മുതൽ മധ്യാകാശത്തിലെ കാഹളധ്വനിയെങ്കിൽ ഇവിടെ നിന്നും സഭ സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്നത് വരെ, മധ്യാകാശത്തിലേക്ക് കരയേറിപ്പോകുന്നത് വരെ ഈ ഭൂമിയിൽ ലഭിക്കുന്ന സഭാ കാലയളവിനെ 7 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അതിൻ്റെ വളർച്ച, തളർച്ച, താഴ്ച, ഉയർച്ച, വിശ്വാസത്യാഗം, വിശ്വാസവർദ്ധനവ് എന്നിങ്ങനെയുള്ള ഓരോ ഘടകങ്ങളെ ആശ്രയിച്ച് 7 ഘട്ടങ്ങളായി അതിനെ തിരിച്ചുകൊണ്ട് 7 ഘട്ടങ്ങൾക്ക് എഴുതുന്ന ലേഖനങ്ങളാണ് 7 ലേഖനങ്ങൾ. ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞങ്ങ് പോകാം. പിന്നത്തേതിൽ നമ്മൾ ഓരോന്നായി വിശദീകരിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എഫെസോസ് എന്ന 1-ാം കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സ്മുർന എന്ന 2-ാം കാലഘട്ടത്തെ കുറിക്കുന്നു. 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള പെർഗമോസ് എന്ന കാലഘട്ടം 3-ാം കാലഘട്ടത്തെ കുറിക്കുന്നു. 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള തുയത്തൈര എന്ന കാലഘട്ടം 4-ാമത്തെ കാലഘട്ടത്തെ കുറിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സർദീസ് എന്ന പേരിൽ 5-ാം കാലഘട്ടത്തെ കുറിക്കുമ്പോൾ 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഫിലദൽഫിയ എന്ന പേരിൽ 6-ാം കാലഘട്ടത്തെ കുറിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ലവോദിക്ക എന്ന പേരിൽ 7-ാമത്തെ കാലഘട്ടത്തെ കുറിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 22-ാം വാക്യം വരെ കൊണ്ട് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സ്ഥലങ്ങളിലുള്ള സഭകളുടെ പേരിട്ട് ഈ കാലഘട്ടങ്ങളെ വിളിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ അറിയിക്കുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഈ 7 പേരിട്ടത്? എനിക്ക് തോന്നുന്നത് യോഹന്നാന് ഏറ്റവും പ്രിയപ്പെട്ട പേരുകൾ ഇതാണ്. യോഹന്നാന് മനസ്സിലാക്കാൻ ഒക്കുന്നതും അന്ന് ജീവനോടിരിക്കുന്ന ഭക്തന്മാർക്ക് ഏറ്റവും ഗ്രഹിക്കുവാൻ കഴിയുന്നതുമായ പേരുകൾ ഇതാണ്. ഞാൻ ഈ വേദപുസ്തകത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ച് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയാണ്. അല്പം ഗൗരവമായിട്ടും ആഴമായിട്ടുമായി നമ്മളിത് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നുകൂടെ പറയുന്നതിൽ തെറ്റില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന പ്രസംഗ ശൈലികൾ എടുത്താൽ തന്നെപ്പോലെ അറിവും കഴിവുമുള്ളവനില്ല. ഉളവായി വരട്ടെ എന്ന പിതാവായ ദൈവത്തിൻ്റെ ഒറ്റ വാക്കിനാൽ സകല പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടികളുടെ യജമാനനാണ് പിതാവായ ദൈവം. എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ വചനം കൊണ്ട്. ആ വചനം ജഡമായി ഉരുത്തിരിഞ്ഞതാണ് യേശു. സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ട്. ശാസ്ത്രം അതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കും, ദൈവവചനം അതിനെ വചനമെന്ന് വിളിക്കും.
പക്ഷേ ക്രിസ്തുവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലകാരണം. യേശുക്രിസ്തു ഒരു ശബ്ദമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ വചനം ഉരുത്തിരിഞ്ഞതാണ്, ജഡമായി വസിച്ചതാണ് ക്രിസ്തു. ക്രിസ്തുവിൽ സകല ദൈവിക സമ്പൂർണതയും ദേഹത്തിൽ വസിച്ചു, ദേഹരൂപത്തിൽ വസിച്ചു. ഈ സകല ദൈവിക സമ്പൂർണതയിലും അറിവിൽ തികഞ്ഞവനാണ് യേശു. കാര്യം സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനും കോടാനു കോടി നക്ഷത്രമണ്ഡലങ്ങളെ അതിൻ്റെ ക്രമത്തിൽ സൂക്ഷിക്കുന്നവനുമായ അറിവിൽ തികഞ്ഞവനാണ് യേശു. ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും അറിവിൽ തികഞ്ഞവരെന്ന് പറയാനില്ല. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഉദാഹരണം, എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നമ്മളൊക്കെ അത് ചെയ്തേനെ. ഒരു കൊതുകിനെയെങ്കിലും ഉണ്ടാക്കാൻ എനിക്കറിയാമായിരുന്നു, ഞാൻ ഒരെണ്ണത്തെ ചുമ്മാതേലും ഉണ്ടാക്കി നോക്കിയേനെ. എനിക്കറിയാൻ വയ്യ. ഒരു അമീബ ഉണ്ടാക്കാൻ എനിക്കറിയാം, അറിയാവുന്ന ആരെയും ഞാൻ കണ്ടിട്ടുമില്ല. അറിവുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷേ യേശു സകലത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. അപ്പം തൻ്റെ പ്രസംഗങ്ങളിൽ, താൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളിൽ കോസ്മിക് സൗണ്ടിനെ കുറിച്ച് താൻ പറഞ്ഞിട്ടില്ല. അന്തരീക്ഷത്തിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് താൻ കാര്യമായി തൊട്ടിട്ടില്ല. ആകാശം ചുമന്ന് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നിനെക്കുറിച്ചും ഗൗരവമായി ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നില്ല. പകരം യേശുവിൻ്റെ ഉദാഹരണങ്ങൾ വയലിലെ താമര, വയലിലെ വരമ്പേലിരിക്കുന്ന ചക്ക്, കൊക്ക്, കുരുവി, കാക്ക, ഇതൊക്കെയാണ് യേശുവിൻ്റെ ഉദാഹരണം. എന്തുകൊണ്ട്? വെറും സാധാരണക്കാരനും ഏറ്റവും ലളിതമായി മനസ്സിലാകത്തക്കതുപോലെ ലളിത ഭാഷ യേശു ഉപയോഗിച്ചിരുന്നു. തൻ്റെ ഭാഷയിൽ ഗൗരവമേറിയതൊന്നും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞ കേൾവിക്കാരന്, കാഴ്ചക്കാരന്, അറ്റൻഡ് ചെയ്യുന്നവന് മനസ്സിലാകണം എന്ന ചിന്തയിൽ ഏറ്റവും ലളിത ഭാഷയിലേക്ക് യേശു ഇറങ്ങി വന്നു. കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ, മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ, വായിക്കുന്നവർക്ക് ഗ്രഹിക്കാനൊക്കാത്ത ഭാഷയിൽ ഒക്കെ മതഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവരുണ്ട്, നമുക്കത് അറിയാവുന്നതാണ്. പക്ഷേ യേശുവിൻ്റെ മതഗ്രന്ഥ നിർമ്മാണം ഇങ്ങനെയൊന്നുമല്ല, സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഏറ്റവും ലളിതമായ ഉദാഹരണം. ഇതേ കാരണം, ഇതുപോലെ തന്നെ ഇതേ ശൈലിയിൽ ബൈബിളിൻ്റെ എഴുത്തും ആരിത് അന്ന് കാണുന്നോ കേൾക്കുന്നോ അവന് മനസ്സിലാകത്തക്ക ശൈലിയിലാണ്. അവർക്ക് മനസ്സിലാകത്തക്ക ശൈലിയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിനറിയാവുന്നതും മനുഷ്യനറിയാവുന്നതും കേട്ടാൽ ഉടനെ മനസ്സിലൊരു രൂപം കിട്ടത്തക്കതുമായ ഉപമകൾ, ഉദാഹരണങ്ങളാണ് യേശു ഉപയോഗിച്ചത്, തിരുവചനത്തിൽ ഉപയോഗിക്കുന്നത്. യോഹന്നാന് ഏറ്റവും പ്രിയങ്കരവും ഏഷ്യ മൈനറിലുള്ളവർക്ക് ഉടൻ മനസ്സിലാകുന്നതുമായ 7 പേരുകൾ ഉദ്ധരിച്ചു. ആ 7 പേരുകളും അവർക്ക് നന്നായി മനസ്സിലാകും. അതുകൊണ്ടാണ് ഈ 7 പേരുകൾ ഉച്ചരിച്ചിരിക്കുന്നത്. ഈ 7 ലേഖനങ്ങളായി ഇതിനെ തിരിച്ചു. ഈ 7 ലേഖനങ്ങളിൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഈ 7 ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത കൂടെ ഞാൻ ഒന്ന് തൊടാൻ പോവുകയാണ്. ക്രമാനുഗതമായ നഷ്ടങ്ങൾ ഈ സഭയ്ക്ക് ഉണ്ടായി. 7 സഭകൾക്ക്, അല്ലെങ്കിൽ 7 കാലഘട്ടങ്ങളിലായി നിലവിൽ വന്ന ഈ സഭയ്ക്ക് ക്രമാനുഗതമായ പല നഷ്ടങ്ങളും ഉണ്ടായി. ആ നഷ്ടങ്ങൾ എന്താണ്? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കും. ഓരോ ലേഖനം ഇതിങ്ങോട്ട് എഴുതി ചിന്തിച്ചു വരും. ഒന്നാമത്തേത്, 1-ാം സഭാ കാലയളവിൽ ആദ്യത്തെ സ്നേഹം നഷ്ടമായി, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം സഭയെക്കുറിച്ച് പറഞ്ഞു. സഭയുടെ 2-ാം കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിക്കാർ ദൈവസഭയുടെ അകത്തേക്ക് കയറി തുടങ്ങി. 3-ാം കാലഘട്ടത്തിൽ സാത്താൻ സഭയ്ക്കകത്ത് പാർത്തു. നമ്മളിത് വിശദമായി പഠിക്കും. സാത്താൻ സഭയ്ക്കകത്ത് പാർത്തു. മാത്രമല്ല, അവൻ്റെ സിംഹാസനം സഭയ്ക്കകത്ത് വെച്ചു. 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇത് കിടപ്പുണ്ട്, നമ്മളവിടെ വരും. എന്തുകൊണ്ടാണ് 3-ാം കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് സാത്താൻ കയറിയതും, സാത്താൻ്റെ പള്ളിക്കാർ നേരത്തെ കയറി, സാത്താൻ കയറിയതും അവൻ്റെ സിംഹാസനം സ്ഥാപിച്ചതും? അവിടെ ബിലെയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവരും നിക്കലോക്യരുടെ ഉപദേശം പിടിക്കുന്നവരും ഉണ്ടായിരുന്നു. ഈ 2 കൂട്ടർ അതിനകത്ത് കയറിയതോടുകൂടെ, അവരുടെ ഉപദേശങ്ങൾ അതിനകത്ത് കയറിയതോടുകൂടെ സാത്താന് അതിനകത്ത് സ്ഥാനമായി. 2-ാം അധ്യായത്തിൻ്റെ 13, 14, 15 വാക്യങ്ങളിൽ അത് കാണാം. അങ്ങനെ സാത്താൻ സിംഹാസനം വെച്ചതോടുകൂടെ സഭയുടെ 4-ാം കാലഘട്ടമായപ്പോഴത്തേക്ക് ഇസബേലിനെ സഭ അനുവദിക്കാൻ തുടങ്ങി. ഇസബേൽ ആരാണ്? നിക്കലോവിയൻസ് ആരാണ്? ബാലാമിൻ്റെ ഉപദേശം എന്താണ്? ബാലാക്കിൻ്റെ ഉപദേശം എന്താണ്? ഇതെല്ലാം നമ്മൾ ബിലെയാമിൻ്റെ, ഇസബേൽ ആരാണ്? ബിലെയാം ആരാണ്? ഈ ഉപദേശം എന്താണ്? ഇതെല്ലാം നമ്മൾ പിന്നത്തേതിൽ വ്യക്തമായി പഠിക്കും. ഇസബേലിനെ അനുവദിച്ച വിവരം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ കാണാനുണ്ട്. അടുത്തത്, ഇസബേൽ അനുവദിക്കപ്പെട്ടതോടുകൂടെ ഇസബേലുമായി ചേർന്ന് വിശുദ്ധന്മാർ വ്യഭിചാരം നടത്തി, അഥവാ അവളുമായി ബന്ധപ്പെട്ടു. ഒടുവിൽ അവരുടെ മക്കൾ സഭയിൽ പിറന്നു. അത്ര വിശുദ്ധവുമല്ല, അത്ര അശുദ്ധവുമല്ല. ബിലെയാമും ഇസബേലും വിശ്വസ്തന്മാരും തമ്മിലുള്ള വ്യഭിചാരകർമ്മത്തിൻ്റെ ഫലമായി അശുദ്ധനും വിശുദ്ധനും അല്ലാത്ത ഒരു വിഭാഗം സഭയ്ക്കകത്തായി അവരുടെ മക്കളായി.
പക്ഷേ അവരുടെ സ്വഭാവത്തെ എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർക്കാം. 3-4 കാലഘട്ടങ്ങൾ കൊണ്ട് സഭ തകർന്ന് തരിപ്പണമായി. 5-ാം കാലഘട്ടമാകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ്, നിൻ്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപൂർണമായ പ്രവൃത്തിയിലേക്ക് അത് മാറി. 1-ാം സഭയുടെ നല്ല ലക്ഷണങ്ങളിൽ ഒന്ന് നല്ല പ്രവൃത്തി ഉണ്ടെന്നുള്ളതായിരുന്നു. നമ്മൾ വിശദമായിട്ട് എടുക്കും. 6-ാം സഭയെക്കുറിച്ച് ഒരു മിസ്റ്റേക്ക് പോലും പറഞ്ഞിട്ടില്ല. 6-ാം കാലഘട്ടത്തിലെ സഭയുടെ പേരെന്തുവാ? ഫിലദൽഫിയ എന്ന പേരിൽ ഇന്ന് ഒരുപാട് സഭകൾക്ക് പേരുണ്ട്. ആരെങ്കിലും ലവോദിക്ക സഭ എന്ന് ഏതെങ്കിലും സഭയ്ക്ക് പേരിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. എഫെസോ സഭ എന്ന് വേറെ ആരെങ്കിലും വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്മുർന്ന സഭ എന്ന് ആരെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതിനകത്തെല്ലാം പെശകുണ്ട്. പെശകില്ലാത്ത ഒറ്റ സഭ ഈ വെളിപ്പാട് 2-3 അധ്യായങ്ങളിലുള്ളൂ. അത് ഫിലദൽഫിയ. അതുകൊണ്ട് ഫിലദൽഫിയയുടെ പേരിൽ പലരും സഭകൾക്ക് പേരിടാറുണ്ട്. നല്ലത്, ദൈവം അവരെ അങ്ങനെ നടത്തട്ടെ. നമുക്ക് ഒരു ഫിലദൽഫിയായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നെങ്കിൽ കൊള്ളായിരുന്നു. പേര് മാറുന്നതല്ല ഞാൻ പറഞ്ഞത്, ആശയത്തിൽ നമ്മളവിടെ എത്തിയെങ്കിൽ കൊള്ളായിരുന്നു. 7-ാമത്തെ സഭാകാലയളവിൽ എത്തിയപ്പോഴത്തേക്ക് സഭ ലൂക്ക്വം കണ്ടീഷനിലായി. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായി മാറി. ആകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉവന്ന് കളയും. വേറൊരു ഭാഷയിൽ നിൻ്റെ പേര് പറയുന്നത് നാണക്കേടായി മാറി. നീ എനിക്കൊരു നാണക്കേടാണ് എന്ന് കർത്താവ് പറയുന്ന സാഹചര്യത്തിലായി യേശു സഭയുടെ വെളിയിലായി. സഭയുടെ ക്രമാനുഗതമായ വളർച്ചയും തളർച്ചയും, സഭയുടെ ക്രമാനുഗതമായ അധപ്പതനവും 7 ലേഖനത്തിലായി കണ്ടു. ഇനി നമുക്ക് ലേഖനങ്ങളുടെ അല്പം കൂടെ ഉള്ളറകളിലേക്ക് ഇറങ്ങാം. അല്പം കൂടെ ഗൗരവമായി നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിലെ 7 ലേഖനങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഇൻട്രഡക്ഷൻ ഏറെക്കുറെയൊക്കെയായി. ഇനി ഞാൻ ഈ 7 ലേഖനങ്ങളുടെ ഒരു പൊതു ലക്ഷണമുണ്ട്. ആ പൊതു ലക്ഷണം തൊടാൻ പോകുക. ഇതുവരെ നമ്മൾ കാര്യമായി വാക്യങ്ങളൊന്നും വായിച്ചില്ല. ഇന്നലെ വായിച്ച വാക്യങ്ങളെക്കുറിച്ച് ഇച്ചിരൂടെ പറഞ്ഞു, ചില ആശയങ്ങൾ ചേർത്തു, അത്രയേ ഉള്ളൂ. ഈ 7 ലേഖനങ്ങളിലും കാണാറുള്ള ഒരു കോമണായ ഫിനോമിന, ഇത്രയൊക്കെ പറഞ്ഞു കഴിയാമെങ്കിൽ ബാക്കി വിശദീകരണങ്ങൾ എളുപ്പമായിരിക്കും, കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന്, ഈ ലേഖനങ്ങൾ എല്ലാം സഭയുടെ ദൂതന്മാർക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ദൈവം എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ ആദ്യമേ താൻ കൽപ്പിക്കുന്നത് സഭയുടെ ദൂതനോടാണ്. സഭയുടെ ദൂതന് കൊടുക്കേണ്ടതിന് വേണ്ടി പലരുടെ കയ്യിൽ ദൈവം സന്ദേശങ്ങൾ ഏൽപ്പിച്ചെന്ന് വരാം. പക്ഷെ ദൈവം ആദ്യം ഇടപെട്ട് തുടങ്ങുന്നത് ദൈവത്തിൻ്റെ സഭയുടെ ദൂതനായി ദൈവം ആരെയും നിയമിച്ചുവോ അവരോടാണ്. ഒടുവിൽ ഇത് പറഞ്ഞു നിർത്തുന്നത്, ഓരോ ലേഖനങ്ങളും പറഞ്ഞു നിർത്തുന്നത്, ചെവിയുള്ള എല്ലാവരും കേൾക്കട്ടെ. എല്ലാ സഭകളിലുമുള്ള കേൾക്കാൻ തയ്യാറുള്ള എല്ലാവരെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നിർത്തുന്നത്. തുടക്കം ദൈവസഭയുടെ ദൂതൻ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഞാൻ പറയാം, ഒരുപാട് സഭകൾ പൊട്ടിയതിൻ്റെ കാരണം ദൈവം ഏൽപ്പിക്കാത്ത ദൂതുകൾ, ദൈവം ഏൽപ്പിച്ചതെന്ന ഭാവേന ശുശ്രൂഷകന്മാർ പോലും അറിയാതെ കണ്ടവനൊക്കെ വിളിച്ചറിയിച്ചതാണ് ഒത്തിരി സഭ പൊട്ടിയത്. ദൈവം ഏൽപ്പിക്കുന്ന ദൂതെങ്കിൽ നമ്മൾ നന്നായി ഗ്രഹിച്ചോണം, ദൈവം ഏൽപ്പിക്കുന്നത് ശുശ്രൂഷകനെയാണ്. പക്ഷെ ചെവിയുള്ള ഏവനും കേൾക്കത്തക്കവണ്ണം ഏൽപ്പിക്കും. ശുശ്രൂഷകന്മാർ സ്ഥലത്തില്ലാത്തപ്പോൾ, എന്നെ കേൾക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ശുശ്രൂഷകന്മാർ സ്ഥലത്തില്ലാത്തപ്പോൾ സഭയിൽ നിന്ന് താൽക്കാലികമായി ശുശ്രൂഷ വേഷം കെട്ടിയ പലരും ദൈവം അറിയിക്കുന്ന ആലോചന ഇതാണ്, ദൈവം അറിയിക്കുന്ന ആലോചന അതാണെന്ന് പറഞ്ഞ് ദൈവത്തോടോ ദൈവസഭയോടോ ബന്ധമില്ലാത്ത ആലോചനകൾ പല മനുഷ്യഹൃദയങ്ങളിലും കുത്തിവെക്കുകയും സഭയ്ക്കകത്ത് ഓൾറെഡി ഇരുന്ന് ഭരിക്കുന്ന പൈശാചിക നേതൃത്വം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് സഭകൾ പൊട്ടിച്ചെതറുന്നത് കാണാം, ഭിന്നിക്കുന്നത് കാണാം. ഇന്ത്യൻ ഗവൺമെൻറ് ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി ഒരു മെസ്സേജ് തരുന്നെങ്കിൽ അത് ഒരിക്കലും എന്നെ വിളിച്ചേൽപ്പിക്കത്തില്ല. അത് വന്ന് ഇവിടുത്തെ കലക്ടറെ കിട്ടും, അദ്ദേഹം മാത്രമേ പട്ടണത്തോട് പറയത്തുള്ളൂ. ഇന്ത്യൻ ഗവൺമെൻറ് കർണാടകത്തിന് വേണ്ടി ഒരു മെസ്സേജ് തരുമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളിൽ ഒരാളിനെ ഏൽപ്പിക്കുന്നില്ല, ഇവിടുത്തെ ഗവർണറെ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ. ഈ കാണുന്ന ഭൂമിയിലെ സകല ഭരണങ്ങളും മോശയുടെ ന്യായപ്രമാണ ശേഷം മോശയുടെ സിവിൽ ലോയോട് ചേർന്ന് നിൽക്കുന്നതും ദൈവത്താൽ നിയുക്തവുമാണ്. സകല അധികാരവും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. എം എ വർഗീസിനോട് പറയുവാൻ, അല്ലെങ്കിൽ ബഥേലിൻ്റെ പാസ്റ്ററോട് പറയുവാൻ ഒരു സന്ദേശം ഇതിനകത്ത് ഏത് കൊച്ചു കുഞ്ഞിനെയും ദൈവം ഏൽപ്പിച്ചെന്ന് വരാം. ഇന്ന ആളിൻ്റെ കയ്യിലാണ് സന്ദേശം കൊടുക്കുന്നത് നല്ല എൻ്റെ വിഷയം. പക്ഷെ ദൈവം ഒരു സന്ദേശം കൊടുക്കുമെങ്കിൽ അത് തൻ്റെ നിയമിക്കപ്പെട്ട വ്യക്തി മുഖേനയാണ്. 7 ലേഖനത്തിൻ്റെയും പ്രത്യേകത, 7 ലേഖനവും അഡ്രസ്സ് ചെയ്ത് തുടങ്ങുന്നത് സഭയുടെ ദൂതൻ എഴുതുക. എഴുതി നിർത്തുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ 2-ാമത്തെ ആശയത്തിലേക്ക് കയറാം. ദൂത് കൊടുത്തു തുടങ്ങുന്നത് ആരാണ്? യേശുവ. ആരുടെ വെളിപ്പാടാണിത്? യേശുവിൻ്റെ വെളിപ്പാടാണ്. ആരാ ഇത് യോഹന്നാൻ്റെ ഏൽപ്പിച്ചത്? യേശുവ. അതുകൊണ്ട് യേശുവാണ് സഭകളോട് സംസാരിച്ച് തുടങ്ങുന്നത്, ദൂതന്മാരോട്, സഭകളുടെ ദൂതന്മാരോട് സംസാരിച്ച് തുടങ്ങുന്നത്. ഒടുവിൽ പറഞ്ഞു നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനോട് യോജിക്കുകയും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് നന്നായി ഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാത്തിൻ്റെയും സ്റ്റൈൽ ഓഫ് അഡ്രസ് ഒന്ന് തന്നെയാണ്.
ദൈവപ്രവൃത്തികൾ എപ്പോഴും ഒരുപോലെ ഇരിക്കും, അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിൻ്റെ പാറ്റേൺ ഒന്നാം, സ്റ്റൈൽ ഓഫ് ഇറ്റ്സ് അഡ്രസ്. രണ്ടാമത്തേത്, ഓരോ സഭകളോടും ദൈവം തന്നെത്താൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. യേശു ഓരോ സഭകളോടും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, തന്നെത്താൻ ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ ആരാണ് എന്നൊന്ന് പരിചയപ്പെടുത്തിച്ചേ തുടങ്ങത്തുള്ളൂ. യോഹന്നാനോട് പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാൻ അൽഫയും ഒമേഗയുമാണ്, ഞാൻ എൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുണ്ട്. അങ്ങനെ പറഞ്ഞാണ് യോഹന്നാനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഒന്നാമത്തെ സഭയോട് പറയുമ്പോഴോ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് ഒന്നാം സഭയോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ. വേറൊന്നിനോട് പറയുമ്പോൾ ഞാൻ ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനെ ഇങ്ങനെയൊക്കെ അവരവരുടെ സ്ഥിതിയും ഗതിയും അനുസരിച്ച് വ്യത്യസ്ത രീതികളിൽ കർത്താവ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അയ്യോ ഇന്നാരോട് ദൈവം ഇങ്ങനൊരു ദൂത് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എല്ലാവരോടും അങ്ങനെ ഒരു ദൂത് പറയണമെന്നല്ല. അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് തമ്പുരാൻ ഇടപെടും, വ്യത്യസ്ത രീതികളിലായിരിക്കും സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മളത് കാണും. എല്ലായിടത്തും ഓരോ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. കർത്താവ് ഓരോ സഭയോടും അവരവരുടെ സ്റ്റാറ്റസിന് ഒത്തവണ്ണം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും അക്രമം കാണിച്ചേച്ച്, കുശൃതി കാണിച്ചേച്ച്, തൻ്റെ അപ്പച്ചൻ വരുന്നടാ അല്ലെ ഡാഡി വരുന്നടാ എന്ന് പറയുമ്പോൾ ഞാൻ പറയും വടിയുമായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറയും. പൗലോസും പറയുന്നുണ്ട് ഞാൻ വടിയുമായിട്ട് വരുന്നുണ്ട് എന്ന്. പക്ഷെങ്കിൽ എന്നെ കാണാതെ കുറച്ച് ദിവസം ഇരുന്ന ശേഷം അപ്പച്ചൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ വടി വാങ്ങിച്ചിട്ടുണ്ടടാ, നല്ല വരുന്നേ, മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടടാ, മുട്ടായിയും കൊണ്ട് വരുന്നെന്ന കാര്യം. അന്നന്നത്തെ സാഹചര്യത്തിൽ അതേ വ്യക്തി വേറൊരാളോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അന്നന്നത്തെ നിലവാരത്തിൽ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്ന് പകൽ കർത്താവ് എന്നോടൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എൻ്റെ നിലപാട് എന്തായിരിക്കും ഒന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. ഓരോ വ്യക്തിയോടും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ ആവശ്യവുമായി, അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കേണ്ടതിനായി, അല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യേണ്ടതിനായി എങ്ങനെയായിരിക്കും എന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, ഓരോ സഭയോട് സംസാരിക്കുമ്പോഴും അതിൻ്റെ സൽഗുണങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവം അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഒക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ മോശമാണെന്നും പറയുന്നത് കാണാം. നിൽക്കട്ടെ, ഓരോ ഇടത്തും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം, ഓരോ ഇടത്തും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണാം. സൽപ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒന്നാമത് എടുത്തു പറയുന്ന അതാ, ഓരോ സഭയുടെയും നന്മ അവരോട് എടുത്തു പറയും, അതിന് മുൻതൂക്കം കൊടുക്കും. ഞാനാണെങ്കിൽ ഒരു വ്യക്തിയുടെ തിന്മയായിരിക്കും ആദ്യം പറയുന്നത്. മനുഷ്യൻ്റെ പൊതു സ്വഭാവം അതാ, ഞാൻ എൻ്റെ ആക്കി പറഞ്ഞതേ ഉള്ളൂ, മനുഷ്യൻ്റെ പൊതു സ്വഭാവം അതാ. പക്ഷെ ദൈവമാണെങ്കിൽ അങ്ങനെയല്ല, നന്മയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത്, നന്മയ്ക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് സംസാരിക്കും. 1-ാം സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ നന്മകൾ ഇങ്ങോട്ട് എടുത്തു, നിൻ്റെ പ്രവൃത്തി, പ്രയത്നം, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞേച്ച് പറഞ്ഞു, പക്ഷേ ആദ്യ സ്നേഹം വിട്ടു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടു എന്നല്ല പറയുന്നത്, ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് നന്മയാണ്. നമ്മളും അതൊരു സ്വഭാവമാക്കിയാൽ നല്ലതാ. അതേ ദൈവത്തിൻ്റെ സ്വഭാവമല്ലേ നമ്മിൽ കാണേണ്ടത്. ക്രിസ്തുവിൻ്റെ മാതൃക നമ്മളിലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ അവരുടെ വീക്ക്നെസ്സോ അവരുടെ പ്രശ്നമോ പാപമോ പറയാതെ വിട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകതയിൽ 3-ാമത്തെ ലക്ഷണമായി നന്മ സ്വഭാവത്തിന് പ്രത്യേകത കൊടുത്തുകൊണ്ട് യേശു സംസാരിച്ചെങ്കിലും 4-ാമത്തെ പ്രത്യേകത, കുറ്റങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ കുറച്ചിട്ടുമില്ല. നല്ലതൊക്കെ ഉണ്ടെങ്കിലും കുറ്റം തന്നെയാണ്, അത് ശിക്ഷിക്കാതെ വിടുകയില്ല. നന്മയും തിന്മയും പറഞ്ഞു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് കുറ്റം എടുത്ത് പറഞ്ഞല്ലോ. 5-ാമത്തെ പ്രത്യേകത, ഓരോ സഭയ്ക്കും കറക്ഷനുണ്ട്. കറക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക്, മാനസാന്തരപ്പെടുവാൻ താല്പര്യപ്പെടുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ടായിരിക്കും ദൈവിക ഇടപെടൽ. ഓരോ സഭയ്ക്കും കറക്ഷൻ കൊടുക്കുന്നുണ്ട്, ഓരോ സഭയ്ക്കും വാണിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ജയിച്ചാൽ ഇന്ന പ്രതിഫലം തരും. 6-ാമത്തെ പ്രത്യേകത, ജയിക്കുന്നവൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നേരത്തെ അവനോട് പറയും. ഞാൻ നന്മ ചെയ്യുന്നവനെന്ന് പറയുന്ന ദൈവമാണ്. ചിലർ പറയാറുണ്ട് പ്രോസ്പെരിറ്റി, നന്മയെ, അനുഗ്രഹത്തെ, വളർച്ചയെക്കുറിച്ച് മിണ്ടരുത്, അത് ദൈവസ്വഭാവമല്ല. ദൈവം അത് പറയുന്നതാ. അബ്രഹാമെ ഇറങ്ങി വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇസ്രായേലെ ഇറങ്ങ്, ഞാൻ വാഗ്ദത്ത ഭൂമി തരാം. വർഗീസെ വാ, ഞാൻ നിന്നെ വളർത്തിക്കൊണ്ട് വരാം. ദൈവം അത് പറയാറുണ്ട്. പക്ഷേ നീ ജയിച്ചെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. അക്കാര്യവും കൂടെ ഞാൻ എടുത്തു വരും. ഞാൻ നിന്നെ നന്മ ചെയ്യും, നിനക്ക് ഇന്നതൊക്കെ കിട്ടും, നിനക്ക് ഇന്ന നന്മകളൊക്കെ ഞാൻ തരും. ഒടുവിൽ 7-ാമത്തെ പ്രത്യേകത, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ എന്നെ തീർത്തു വരും. അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ ശിക്ഷ എന്താ? ഇതെല്ലാം കൂടെ പറയുന്ന 7 വ്യത്യസ്ത സ്വഭാവങ്ങൾ 7 ലേഖനങ്ങളിലും കാണാം. 7 സ്വഭാവങ്ങളും 7 ലേഖനത്തിലുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തെ 7-ന്റെ പുസ്തകങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. നമ്മളൊരു കോമൺ സ്റ്റഡി അല്ലിത്. ഇത് നമ്മളൊരു സബ്ജക്റ്റ് എടുത്ത് അതിനകത്തങ്ങ് ഇറങ്ങുക താഴോട്ട്. നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. 2-ാം 3-ഉം അധ്യായങ്ങളിലുള്ള 7 ലേഖനങ്ങളെ കുറിക്കുന്ന ഒരു ഭയങ്കര ആശയം നമ്മുടെ മുമ്പിൽ ഒന്ന് വന്നു. ഇനി നമുക്ക് ഓരോന്നിലേക്ക് പതുക്കെ ഇറങ്ങാം. നമുക്ക് ആദ്യം എടുക്കാം 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന് നിർത്തി വായിക്കാം. എല്ലാ വാക്യവും ഒന്ന് കവർ ചെയ്യത്തില്ല. നാളത്തേക്ക് കുറച്ച് പോകും.
ഗൗരവമേറിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തുടങ്ങും. അതുകൊണ്ടാണ് 2-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 2:1. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എന്തുകൊണ്ട് എഫെസോസിന് മുൻഗണന കൊടുത്തു? ഒരു കൂട്ടം എഴുത്തുകാർ, ശാസ്ത്രികളെന്ന് പറയുന്നത് ശരിയാകില്ല, വേദവിദ്യാർത്ഥികൾ. ഈ വേദവിദ്യാർത്ഥികളെന്നും വേദശാസ്ത്രികളെന്നും 2 തത്വങ്ങൾ, 2 ആശയങ്ങൾ പറയാറുണ്ട്. വേദശാസ്ത്രി എന്ന് വരെ ഒരു കൂട്ടർ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈയിടെ ഉണ്ടാകത്തുമില്ല. കാര്യം വേദപുസ്തകം ഒരുത്തിന് പഠിച്ചു തീർക്കാൻ ഒക്കുന്നതല്ല, വേദ പണ്ഡിതന്മാരില്ല. വേദപുസ്തകം ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ ഒതുങ്ങുന്നതിനപ്പുറമാണ്. പകരം വേദവിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരാണ്. പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞായിരുന്നു, ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ ഈ ഉണർവെന്ന് പറയുന്നതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ല, ഞങ്ങളാരും ഇങ്ങനെ ഉണർവുകാരുടെ പുറകെ നടക്കുന്നവരല്ല, എനിക്ക് വേദപുസ്തകം തറവായി അറിയാം, വേദപുസ്തകം അറിയാവുന്നൊരു വേദജ്ഞാനിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പദമായിരുന്നു. വേദജ്ഞാനികളാരും തന്നെ ഉണർവെന്ന് പറയുന്നതിൻ്റെ ഒന്നും പുറകെ പോകത്തില്ല. അന്ന് ഞാൻ പരസ്യമായി ഒരു കൺവെൻഷൻ വെച്ച്, ഞാൻ പ്രസംഗിക്കേണ്ട കൺവെൻഷനിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കയറിയ പാർട്ടിയാണ് ഞാൻ. അതുകൊണ്ട് അതിനൊരു മറുപടി പരസ്യമായി പറയേണ്ടതായി വന്നു. ഈ വിശ്വസിക്കുന്നവർ മരിച്ചവരെ ഉയർപ്പിക്കുമെന്നൊക്കെ യേശു പറയുന്നുണ്ട്. ഏത് വാക്യം വായിച്ചാലോ ഉയർപ്പിക്കുന്നത്? നീ വേദപണ്ഡിതനെന്ന് പറഞ്ഞു തരാമേ കൊള്ളായിരുന്നു. എന്നെപ്പോലെ തനിക്കും വിവരമുള്ള അതിൽ കൂടുതലൊന്നുമില്ല. നമ്മളൊക്കെ വേദവിദ്യാർത്ഥികളാണ്, പഠിച്ചു തീർന്നവരല്ല. വേദപുസ്തകം ശരിക്കറിയാമായിരുന്നെങ്കിൽ നമുക്ക് പലതും ചെയ്യാമായിരുന്നു. നമുക്ക് അവിടം വരെ അറിയത്തില്ല. ഞാൻ അന്ന് ഉപയോഗിച്ചൊരു ഭാഷ കൂടെ പറയാം. ചൊറിക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴകമില്ലാത്തവൻ വേദപുസ്തകം അറിയാമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വല്ല പൊട്ടനെയും കൂലിക്ക് വിളിക്കണം. വേറെ ആരും അംഗീകരിക്കില്ല. ദൈവത്തിൻ്റെ വചനം പഠിച്ചു തീർത്തവരാരുമില്ല. വേദവിദ്യാർത്ഥികളാണ് ഞാനും നിങ്ങളും. ഈ വേദവിദ്യാർത്ഥികളായ നമുക്ക് ഇതിനകത്തെ ചില നന്മകൾ കാണാം. ഓൾറൈറ്റ്, എന്തുകൊണ്ട് എഫെസോസ് സഭയ്ക്ക് ഇത് അഡ്രസ്സ് ചെയ്തു? യോഹന്നാൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് എഫെസോസാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അവിടെയായിരുന്നു. അവിടെ വെച്ചാൽ തന്നെ അറസ്റ്റ് ചെയ്തത്. അവിടുത്തെ വിശുദ്ധന്മാരായിരിക്കും തൻ്റെ ചുറ്റും കരഞ്ഞുകൊണ്ട് നിന്നത്. അവരുടെ നിലവിളിക്കുന്ന മുഖം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് മാറത്തില്ല. യോഹന്നാന് തൻ്റെ വയോധികനായ സാഹചര്യത്തിൽ, AD 96 ചരിത്രമായത്, തനങ്ങ് വയോധികനായ സാഹചര്യത്തിൽ തനിക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾ ചെയ്തിരുന്ന എഫെസോസിലെ വിശുദ്ധന്മാരുടെ മുഖം തനിക്ക് മറക്കാനൊക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ അതേ പേര് പറഞ്ഞേക്കാം, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ഒരർത്ഥത്തിൽ അത് യോഹന്നാൻ തന്നെയല്ലേ? ഈ 7 സഭയുടെ ദൂതൻ യോഹന്നാൻ തന്നെയാണ്. ഒരർത്ഥത്തിൽ തനിക്ക് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും 7 സഭകളിലും, പക്ഷേ സീനിയർ ബിഷപ്പ് താൻ തന്നെയാണ് ഏഷ്യ മൈനറിൻ്റെ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുത്, യോഹന്നാനെ നിനക്കിത് നമ്പർ 1 ബാധകമാണ്. എന്നോട് ദൈവം ഇടപെട്ടാൽ എനിക്ക് അത് നമ്പർ 1 ബാധകമാണ്. ഞാനൊരു വ്യക്തിക്ക് നേരെ വിരൽ ചൂണ്ടി ഒരു ദൈവിക ദൂത് പറയുന്നെങ്കിൽ, മറക്കരുത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്, ഒരു വിരൽ ഞാൻ ഒരു വ്യക്തിക്ക് നേരെ ഊന്നുമ്പോൾ 3 വിരൽ എൻ്റെ നേരെ നിൽക്കുക. കാര്യം ഞാൻ വ്യക്തിയോട് പറഞ്ഞ ദൂത് എനിക്ക് ബാധകമാണ്. നന്മ പോലും തിന്മ പോലും ദൈവം ഏൽപ്പിക്കുന്ന ദൂത് വേറൊരാളിനോട് വിളിച്ചു പറയുമ്പോൾ എനിക്കത് ബാധകമാണ് എന്നോർത്ത് സംസാരിക്കുന്നവർക്കായി സ്തോത്രം. പഴയ നിയമത്തിൽ നമുക്ക് 2 പ്രധാന പ്രവാചകന്മാരെ കാണാം. ഒത്തിരി പ്രധാന പ്രവാചകന്മാരുണ്ട്, 2 പേരെ പ്രധാനമായും കാണാം. ഒരാൾ യെശയ്യാ പ്രവാചകന്. തൻ്റെ ജീവിതത്തിൽ മുഴുവനും അനുഗ്രഹവും നന്മയുമാണ്, ജീവിതത്തിൽ അധികവും. തൻ്റെ പുസ്തകങ്ങളിൽ, എഴുത്തുകളിൽ, തൻ്റെ വേദപുസ്തക അധ്യായങ്ങളിൽ അനുഗ്രഹവും നന്മയുമാണ് അധികം എഴുതിയത്. അദ്ദേഹത്തെ പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാർ വിളിക്കുന്നത് പഴയ നിയമത്തിൻ്റെ സുവിശേഷകൻ എന്നാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഏറ്റവും അധികം പ്രവചനങ്ങൾ അനുഗ്രഹങ്ങൾ, നന്മ, വിടുതൽ, ഉയർച്ച, ഉന്നതി മുതലായതാണ്. അത് പ്രവചിച്ച പ്രവാചകനെ പഴയ നിയമത്തിൻ്റെ സുവിശേഷകൻ എന്ന് വിളിച്ചു. പല കാരണങ്ങളുണ്ട് അങ്ങനെ വിളിക്കാൻ. അതിൽ ഒരു കാരണം, യേശുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ദൂത് പറഞ്ഞു. യേശുവിൻ്റെ കന്യകാജനനം മുതൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു. അവൻ തൻ്റെ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ദൈവം തനിക്കൊരു സന്തതിയെ നൽകുന്ന പുതിയ നിയമസഭയെക്കുറിച്ച് വരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. സത്യമാ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ അധിക ഭാഗങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും പറഞ്ഞു. ഇതുകൊണ്ട് അദ്ദേഹത്തെ പഴയ നിയമത്തിൻ്റെ സുവിശേഷകൻ എന്ന് വിളിക്കും. യെരമ്യാ പ്രവാചകനാണെങ്കിൽ കറക്ഷനും റിബ്യൂക്കുമാണ് ഏറ്റവും. അദ്ദേഹത്തെ വിളിക്കുന്ന പേരറിയാമോ? വിലപിക്കുന്ന പ്രവാചകൻ, കരയുന്ന പ്രവാചകൻ. നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബാധകമാണ്. അതിൻ്റെ അർത്ഥം ദൈവം ഒരു കരയിപ്പിക്കുന്ന ദൂത് പറഞ്ഞാൽ അതിനെ രസിപ്പിക്കുന്ന ദൂതാക്കി മാറ്റണമെന്നല്ല. അവൻ നരകത്തിൽ പോവും. ദൈവജനത്തോട് ദൈവത്തിൻ്റെ നാമത്തിൽ പോഷ്ക് പറഞ്ഞതിനാൽ തമ്പുരാൻ വിടത്തിൽ അവനെ കള്ളപ്രവാചകൻ എന്ന് വിളിക്കും. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ദൂതുകൾ കഴിവുള്ളിടത്തോളം നമുക്കും കൂടെ ബാധകമാണ് എന്ന് ഓർത്തുകൊണ്ട്
പോളിഷ് ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നന്മ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തിന്മയുടെ ദൂത് തന്നിരിക്കും. കാര്യം റിബ്യൂക്ക് ആൻഡ് കറക്ഷൻ ദൈവത്തിൻ്റെ വകയാ കർത്താവേ. പക്ഷേ അത് നന്നായി പറയുവാൻ എനിക്ക് കൃപ തരണേ എന്ന് പറയാം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. വായിച്ചോ ഇനി. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. സെൽഫ് ഇൻട്രഡക്ഷൻ. 1, 7 നക്ഷത്രങ്ങൾ എൻ്റെ വലങ്കയിലുണ്ട്. യോഹന്നാനെ, അങ്ങാണ് 1-ാം നക്ഷത്രം. അതിൻ്റെ അർത്ഥം അങ്ങയുടെ കാലശേഷം വരുന്ന ആരും എൻ്റെ അല്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്നവനാകയാൽ പുനരുത്ഥാന ശേഷം കല്ലറയ്ക്കകത്ത് കയറി കണ്ടവനാണെന്നുള്ളത് കൊണ്ട് അങ്ങ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ല, വരുന്ന 6 കൂടെ. 1-ാം സഭയോട് അടുത്തിരിക്കുന്ന അതേ അടുപ്പത്തിൽ ഞാൻ 7-ാം സഭയോടുകൂടെ ഉണ്ട്. ഞാൻ 7 നക്ഷത്രം വലങ്കൈ പിടിച്ചവനാ. ദൈവം എന്നോട് വളരെ ക്ലോസ് ആണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എല്ലാവർക്കും അങ്ങനെ വേണം. ദൈവം എൻ്റെ സ്വന്തം പിതാവാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എല്ലാവർക്കും അത് വേണം. പക്ഷെ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് ഞാൻ തന്നെയല്ല, വേറെ ഉണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. എനിക്ക് പലരുമുണ്ട്, ദൈവത്തിന് അനേകരുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം വേറെ പലരുമുണ്ട്. നമ്മുടെ അറിവുകേടിൽ നമ്മൾ പലപ്പോഴും ദൈവത്തോട് വലിയ കാര്യങ്ങൾ ചോദിക്കുകയും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കുകയും ചെയ്തു പോയാൽ, ഒന്ന് ഓർത്തു, 1-ാം നൂറ്റാണ്ടിലെ സഭ, ഇതിൻ്റെ കാലഘട്ടം 1-ാം നൂറ്റാണ്ട് തന്നെയാണ്. അപ്പോസ്തോലിക് കാലഘട്ടത്തിൽ എഴുതിയതാണിത്. അപ്പോസ്തോലിക് കാലഘട്ടത്തിലെ സഭയോടാണ് ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കുന്നവർ. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തന്നെയൊന്നുമല്ല അടുത്തിരിക്കുന്നത്, ഒടുവിലത്തെ സഭയ്ക്കും അതേ പ്രാധാന്യമുണ്ട്, അതേ പ്രാധാന്യം. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് ഒരിക്കൽ പറഞ്ഞ ഒരു പദം ഞാൻ ഓർക്കുന്നുണ്ട്. 5 വയസ്സും 7 വയസ്സും പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ സ്കൂളുകളിലെ താണ ക്ലാസ്സുകളിൽ പോയി കളറുള്ള ബുക്കുകൾ വായിക്കുന്ന കുട്ടികൾ ഒരു ദിവസം വീട്ടിൽ വന്നു കളറുള്ള പുസ്തകത്തിൻ്റെ കളർ അന്യോന്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചൻ മറ്റവൻ്റെ പുസ്തകത്തിൻ്റെ ഒരു കടലാസ് വലിച്ചു കീറി. അവന് നാളെ സ്കൂളിൽ ചെല്ലേണ്ടതാണ്. കടലാസ് വലിച്ചു കീറിയതിൽ സങ്കടമുണ്ട്. അവൻ്റെ ജീവിതം കീറിയതിന് തുല്യമായി അവനങ്ങ് ദുഃഖിക്കുക. കാര്യം അങ്ങനെയാണല്ലോ കൊച്ചു പിള്ളേരുടെ ഒരു കടലാസ് കീറിയാൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, കൊല്ലു മറ്റവനെ. അതിൻ്റെ ഡിമാൻഡ് ഇതിൽ താഴുകയൊന്നുമല്ല. അവൻ ഇത്രയും ദോഷം ചെയ്തുകൊണ്ട് ഇപ്പം കൊല്ലണം, കൊന്നേ തീരൂ. പക്ഷെ അപ്പൻ കൊല്ലത്തില്ല. കാര്യം അപ്പനറിയാം കൊല്ലേണ്ട തെറ്റേതാ, കൊല്ലരുതാത്ത തെറ്റേതാ, ഇവൻ്റെ എന്ന് വന്ന മിസ്റ്റേക്ക് എന്തുവാ. ഞാൻ ദൈവത്തോട് അടുത്തവനായതുകൊണ്ട് കർത്താവേ അടുത്തൊരാളിനെ തകർക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത്, ശിക്ഷ എനിക്ക് തന്നെയാണ്. ഞാനിതിനെ നെഗറ്റീവ് പ്രയർ എന്ന് വിളിക്കാറുണ്ട്. നമ്മളിവിടെ സാധാരണ പറയാറുണ്ട് സോളിഷ് പ്രയർ എന്ന്. അങ്ങനെയുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് ആത്മലോകം ചിത്രീകരിക്കുന്നു. കാര്യം ആത്മാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അല്ലത്, എൻ്റെ ജഡത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഉയരുന്ന ഒരു കൂട്ടം പ്രാർത്ഥന, അവരന് വിരോധമായുള്ള പ്രാർത്ഥനയെ ദ സോളിഷ് പ്രയർ എന്ന് വിളിക്കും. അത് എനിക്ക് തന്നെ ദോഷം കൊണ്ടുവരും. അത് മന്ത്രവാദത്തിന് തുല്യമായി പാപമായി ദൈവം കണക്കാക്കുകയും ചെയ്യും. മറക്കരുത്, എനിക്കും അവരനും ഒരുപോലെ ദൈവത്തോട് ബന്ധമുണ്ട്. പക്ഷെ നീതി നടത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി യാചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് നീതിയോ അനീതിയോ എന്ന് നമ്മൾ അറിയണം. 7 നക്ഷത്രം വലങ്കൈ പിടിച്ചവനാണ് ഞാൻ. 7 ദൂതന്മാരെ ഞാൻ ഒരുപോലെ കണക്കാക്കുന്നു. 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനാണ് ഞാൻ. 7 സഭകളോടും എനിക്ക് ഒരുപോലെ ബന്ധമുണ്ട്. ഈ പല സഭകളിലും അല്ല, 6 സഭകളിലും പെശകുള്ളവരുണ്ട്. ആ പെശകന്മാരോട് തമ്പുരാൻ പെശകനായിരിക്കും. പക്ഷെ അതിനകത്ത് 7-നകത്തും നല്ലവരുണ്ട്. നല്ലവരോട് ദൈവം നല്ലവനായിരിക്കും. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ അരുളി ചെയ്യുന്നത്. വായിച്ചാട്ടെ. സെൽഫ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. 1-ാം സഭയോട് തുടർന്ന്. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കുറച്ച് കാര്യങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു ശകലം കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ പറയും. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. അതും ഒരു നന്മയാണ്. ഈ 1-ാമത്തെ ലിസ്റ്റിൽ ചേർത്തിട്ടില്ലെന്ന് മാത്രം. ഈ 1-ാമത്തെ ലിസ്റ്റിൽ ചേർത്തിരിക്കുന്ന ഈ നന്മയുടെ സൽപ്രവൃത്തികളുടെ ആകത്തുക എടുത്താൽ 1 സൽപ്രവൃത്തികൾ, 2 സഹിഷ്ണുത, 3 ഉപദേശത്തിൻ്റെ വിശുദ്ധി, 4 സഭയുടെ ഡിസിപ്ലിൻ, 5 മുന്നോട്ട് പോകുവാനുള്ള ഏകാഗ്രത, 6 ദുഷ്ടതയെ വെറുക്കുക ഇത്യാദി കാര്യങ്ങൾ, 7 നിക്കലോവിയൻ്റെ ഉപദേശത്തെ വെറുക്കുക എന്നിത്യാദി കാര്യങ്ങൾ, 6-7 ഗുണങ്ങൾ ഈ സഭയ്ക്കുള്ളതായി കാണാം. ഞാൻ ഇതിനകത്ത് ഇന്ന് ഒക്കുന്നിടത്തോളം ചിന്തിക്കുകയെന്നു. ഞാൻ പറഞ്ഞാൽ ബൈബിൾ സ്റ്റഡി ചെയ്യാൻ നമുക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ഗൗരവമായി ആഴമായി ചിന്തിച്ചു പോകാൻ തുടങ്ങുക. കുറേ വാക്യങ്ങൾ വായിച്ചേ പറ്റുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം തുടങ്ങുന്നത് എവിടെയാണ്? ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു.
രണ്ടാമത്തേത് എന്തുവാണ്? പ്രയത്നം അറിയുന്നു. പ്രയത്നവും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം ഒന്ന് എടുത്തു കാണിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ ക്ലാസ് എടുക്കുമ്പോൾ കഠിനാധ്വാനത്തെ പ്രയത്നമെന്നും സാധാരണ അധ്വാനത്തെ പ്രവൃത്തിയെന്നും അധ്വാനത്തിൻ്റെ റിസൾട്ടിനെ പ്രവൃത്തിയെന്നും വിളിച്ചിരുന്നു. ചില മണിക്കൂറുകൾ വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും തിരുവചനത്തിൻ്റെ അകത്തൂടെ പോകാനും കഴിഞ്ഞതോടെ ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് വേറൊരു കാര്യം തിരുവചനത്തിൽ നിന്ന് കണ്ടു. പ്രയത്നം എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മിക്കയിടങ്ങളിലും, നോട്ട് 100%, ബട്ട് ഓൾമോസ്റ്റ് 98%, 98% അത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. എനിക്കൊത്തിരി നല്ല സൽപ്രവൃത്തികൾ കാണും. ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം തന്നാൽ, കുറഞ്ഞ പക്ഷേ ഒരു ചായ എടുത്ത് വേറൊരാളിലോട്ട് കൊടുത്താൽ അതൊരു സൽപ്രവൃത്തിയാണ്. പക്ഷേ അതിനെ പ്രവൃത്തി എന്നേ വിളിക്കത്തുള്ളൂ. ഒരാളിനോട് സുവിശേഷം പറഞ്ഞാൽ അതിനെ പ്രയത്നമെന്ന് വിളിക്കും. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ 98% പ്രയത്നം എന്ന പദം കൊണ്ട് സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട, കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട എന്തോ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാൻ തുടങ്ങട്ടെ. നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ പ്രയത്നവും ഞാൻ അറിയുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. പ്രവൃത്തിയിൽ ദൈവത്തിന് അഭിപ്രായമുണ്ടോ? ഒരു കൂട്ടം ആളുകൾ പറയാറുണ്ട്, പ്രവൃത്തികൾ കാരണമല്ല, കൃപയാൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, കൃപയാൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട്, കൃപയാൽ മാനസാന്തരം, നമ്മളങ്ങ് ഇറങ്ങും അതിൻ്റെ താഴോട്ട്. അതുകൊണ്ട് ഈ പ്രവൃത്തികൾ ഇനിയും ഒരു കാരണമല്ല, കൃപ മാത്രമേ ഉള്ളൂ, വിശ്വാസം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടോട്ട് നിൽക്കട്ടെ. തിരുവചനം എന്തു പറയുന്നു നോക്കാം. തിരുവചനമാണല്ലോ നമുക്ക് ആധാരം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യത്തിൽ പ്രവൃത്തിയില്ലാത്ത, യാക്കോബ് 2:17-18, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ചത്ത വിശ്വാസം കൊണ്ട് അർത്ഥമില്ല. പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിശ്വാസം നിർജീവമാണ്. യാക്കോബിൻ്റെ ലേഖനം. When can you project now? Because people want it. If at all we can. അങ്ങനെ യാക്കോബിൻ്റെ 2-ാം ലേഖനം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 17-18. അതിന് ഓക്കെ, യു ആർ പ്രൊജക്ടിങ് ദ ഹോൾ തിങ്. ഗുഡ്. വായിച്ചാട്ടെ. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. 2-3 വാചകങ്ങൾ നിർത്തുന്നത്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാണെങ്കിൽ സ്വതവേ നിർജീവമാണ്. വേറൊരാൾ ഇതിനെ പറഞ്ഞ് നിർജീവമാക്കുകയല്ല, വേറൊരാൾ ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസകനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, അത് അതിൽ തന്നെ നിർജീവമായി. ഇത് ചത്തതാ വെച്ചുകൊണ്ട് നടക്കാൻ കൊള്ളുന്നതല്ല. ആ വിശ്വാസം എളുപ്പെടുത്ത് കളഞ്ഞു, അല്ലെങ്കിൽ ഇത് അളിഞ്ഞു നാറും. അങ്ങനെ അളിഞ്ഞ് നാറുന്ന ചരിത്രം നമുക്ക് കേൾക്കാനില്ല. നീ ആണോടാ വിശ്വാസിയാന്നും പറഞ്ഞ് നടക്കുന്നത്? അടുത്തവൻ്റെ കാശ് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാത്തവന്, ഇങ്ങപ്പുറത്ത് വാക്ക് പറഞ്ഞിട്ട് ലംഘിച്ചവന്, മറ്റിടത്ത് അനാവശ്യം കാണിച്ചവന്, രഹസ്യമായി ഇങ്ങപ്പുറത്ത് പോയി കള്ളു കുടിച്ചവന് നീ ആണോടാ വിശ്വാസിയാന്ന് പറയുന്നത്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. വെച്ചോണ്ടിരുന്നാൽ നാറും. ആ നാറ്റം നമ്മൾ ഇന്ന് സഹിച്ചുകൊണ്ടിരിക്കുക പലരുടെയും കയ്യിൽ നിന്ന്. വായിച്ചതാവട്ടെ. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. യാക്കോബ് അപ്പോസ്തലൻ വെല്ലുവിളിക്കുകയാണ്, വാത് കെട്ടുക. നിന്റെ വിശ്വാസം പ്രവൃത്തിയില്ലാതെന്ന് കാണിക്കടവേ, ഇമ്പോസിബിൾ. എൻ്റെ വിശ്വാസം ഞാൻ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരാം. വിശ്വാസവും പ്രവൃത്തിയും ഹാൻഡ് ഇൻ ഹാൻഡ് ഒരുമിച്ചേ പോകത്തുള്ളൂ. 1-ാം സഭയെ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. വായിക്കാം. 1 പത്രോസ് 2:12. കുറേ വാക്യങ്ങളുണ്ട്. 2:11, 12 ചേർത്ത് വായിക്കാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ഇനി പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ വേറൊരു വിശദീകരണത്തിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടകന്ന്. വായിച്ചു. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പത്രോസ് പറയുമ്പോൾ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം, നിങ്ങളുടെ പ്രവൃത്തി നന്നായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? നിശ്ചയമായും സാധുക്കളെ സഹായിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. നേരത്തെ എഴുന്നേൽക്കുന്നതും നേരത്തെ കിടക്കുന്നതും ജീവിതത്തിൽ ഡിസിപ്ലിൻ സൂക്ഷിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. അതെല്ലാം നല്ല കാര്യം, നമ്മൾ അവിടെ എല്ലാം കവർ ചെയ്ത് വരും. പക്ഷേ പ്രധാനമായും പുതിയ നിയമലേഖകൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ഈ ജഡത്തിനകത്തുള്ള ചില മോഹങ്ങളും അതിൻ്റെ ചില വികൃതികളും ഉണ്ടല്ലോ, അതൊന്നും നടക്കാനാണ്. ആ പ്രവൃത്തിയെയാണ് ലോകം കാണേണ്ടത്. കാര്യം അവന് ജയിക്കാൻ കഴിയാത്തത് അവിടെ, അവൻ്റെ സമനില തെറ്റുന്നത് അവിടെയാണ് നീ ജയിച്ച് കാണിക്കേണ്ടത്.
സൽപ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം പത്രോസിൻ്റെ ഭാഷയിൽ ജഡത്തെ മലിനമാക്കുന്ന, ആത്മാവിന് ദോഷം വരുത്തുന്ന ആ ജഡീക വികാരങ്ങൾ അത് അടക്കി അത് കൊണ്ടുവരുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുക. വേറൊരു ഭാഷയിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ നമ്മുടെ ജഡത്തെ മലിനമാക്കി ആത്മാവിനെ നശിപ്പിച്ച് കളയുന്ന ആ പ്രവൃത്തികൾ വിട്ട് ദൈവത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുക. ജഡമോഹങ്ങൾ വിട്ട് നല്ല പ്രവൃത്തി ചെയ്യുക. അത് ചുറ്റുവട്ടമുള്ളവർ കാണണം. അത് തന്നെ എടുത്തു പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്ന പലതിനോടും ചേർത്താണ്. ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്ന ഒരു മറുവശമുണ്ട്. ഞാൻ അങ്ങോട്ടൊന്ന് പോകട്ടെ. 25-ാം അധ്യായം 35-36 വാക്യങ്ങൾ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചേച്ച് പറയുകയാണ്, ഒരു ദിവസം ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ഇടത്തും വലത്തുമായി ജനത്തെ വേർതിരിക്കും. എന്നിട്ട് വലത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ഈ രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയും. അന്നേരത്ത് ഞങ്ങളുടെ നന്മ എന്നാന്ന് അവർ ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഇതാണ്. ഒന്നുകൂടെ വായിച്ചാട്ട് പോയി. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ജഡവികാരം അടക്കുന്നതൊന്നുമല്ല, ഇത് നിങ്ങൾ ചെയ്ത നന്മ പ്രവർത്തിയാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. പിന്നെ ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. വായിച്ചു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്നുത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഒന്ന് നീക്കട്ടെ. നമ്മൾ കുറച്ച് തെറ്റിദ്ധരിച്ചു പോയ വാക്യങ്ങളിൽ ഒന്നായത്, എൻ്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്തത്, എൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ചെയ്തത് എനിക്ക് ചെയ്തതാണ്, നിങ്ങളിതൊക്കെ ചെയ്തു എൻ്റെ ചെറിയവർക്ക് ചെയ്തതാണെന്ന് പറയും. ഒരർത്ഥത്തിൽ നമ്മളതിനെ നമ്മുടെ മുമ്പിൽ വന്നുവിടുന്ന വല്ല ഭിക്ഷക്കാരോ സാധുക്കളോ സഹായം അർഹിക്കുന്നവരോ ആയവർക്ക് ചെയ്തു എന്ന് കരുതും. അവർക്ക് ചെയ്യണം ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞ കാര്യമേ അല്ല. യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ, അതായത് മഹോപദ്രവകാലത്തിന് ശേഷം നടക്കുന്ന യുദ്ധത്തിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുമ്പോൾ, മഹോദ്രവകാലത്ത് ഈ ഭൂമിയിൽ സഫർ ചെയ്ത യഹൂദന്മാരോട് നിങ്ങൾ എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ ഇത് മനസ്സിലാവും. ഈ മൂന്നാം ലോക മഹായുദ്ധത്തോട് ചേർന്ന്, മഹാ ഉപദ്രവ കാലത്തോട് ചേർന്ന് യഹൂദൻ ലോകത്തിൽ മുഴുവനും നിന്ദിക്കപ്പെടും. 666 എന്ന അന്നത്തെ മുദ്രയില്ലാതെ വാങ്ങാനോ വിൽക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ദൈവത്തിനെ, യേശുവിനോട് ഞങ്ങൾ എതിർത്തു നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷം സംഭവിച്ചതാണ്, ഇനി എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര കൂടെ ഏറ്റുവാങ്ങുകയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം യഹൂദന്മാരും, അവരെപ്പോലെ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാത്തവരായ ധാരാളം ജനങ്ങളും കാണും. അവർക്ക് വാങ്ങാനൊക്കത്തില്ല, വിൽക്കാനൊക്കത്തില്ല, അവർക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവർ പട്ടിണി കിടക്കുന്നൊരു കാലമുണ്ട്, അവർക്ക് ആഹാരമില്ലാത്തൊരു കാലമുണ്ട്. ആ ചിതറി നടക്കുന്ന എൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയവന്, എൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ചെറിയവൻ, യഹൂദനോടും യേശുവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അന്ന് വേർതിരിഞ്ഞവനോടും നിങ്ങൾ കാണിക്കുന്ന പ്രതികരണത്തിനൊത്തവണ്ണം ഞാൻ നിങ്ങളോട് പ്രതികരണം ചെയ്യും. അതാണ് പറഞ്ഞത്. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. എനിക്ക് വസ്ത്രമില്ലായിരുന്നു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഇത് ഇന്ന് കാണുന്ന സാധാരണക്കാരനോട് ചെയ്യുന്നതല്ല. സത്യമായിട്ടും ദൈവവചനത്തിൽ അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരോടും കർത്താവിൻ്റെ ദാസന്മാരോടും പ്രത്യേകിച്ച് യഹൂദനോടും ആ ദിവസങ്ങളിൽ ചെയ്തതിനൊത്തവണ്ണമാണ്. അതിൻ്റെ അർത്ഥം സാധാരണക്കാരന് നന്മ ചെയ്താൽ പ്രയോജനമില്ലെന്നല്ല. സാധാരണക്കാരന് നന്മ ചെയ്യുന്നതിനെ എഗെയിൻ രണ്ടായി തിരിക്കാം. എൻ്റെ നാമനിമിത്തം ഒരു പാനപാത്രം തണ്ണീരെങ്കിലും കൊടുത്തവൻ ആൾ വെറും സാധാരണക്കാരനായിരിക്കാം, പക്ഷെ ഞാൻ ആളിനെ കണ്ടത് കർത്താവിൻ്റെ നാമത്തിൽ. ഒരു പൊതുസ്ഥലത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ സർട്ടൻ കേസസിൽ എനിക്കറിയാം കർത്താവിൻ്റെ നാമത്തിൽ പലരും എന്നോട് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടെന്ന് വരും. സഹായം ആവശ്യപ്പെടുന്നവർക്കെല്ലാം സഹായം ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, അങ്ങനെ സഹായം ചെയ്യാൻ ഇരുന്നാൽ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് വിറ്റാലും വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട്.
ആൾ കുറവൊന്നുമല്ല, വാങ്ങിച്ചുകൊണ്ടല്ല. അപ്പോൾ അത് ഒക്കുന്ന കാര്യമല്ല. പിന്നെ ഒക്കുന്ന ചെറിയ സഹായം അത് കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. എന്നോട് വന്ന് പറഞ്ഞത് ശരി കള്ളമാണോ നേരമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പറയും ഇത് നേരോ കള്ളവോ നമുക്കറിയാൻ വയ്യ. ഈ അങ്ങോട്ട് പറഞ്ഞു വന്നാൽ ഒരുപാടുണ്ട് ആത്മലോകത്തിൽ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന കർത്താവിൻ്റെ നാമത്തിലായിട്ട് ഇരിക്കട്ടെ. ഇവൻ കള്ളനാണെങ്കിൽ പോലും കർത്താവിൻ്റെ നാമത്തിലല്ലേ വന്നേ, അല്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ, അവൻ തെറ്റുകാരനെന്ന് നമുക്കറിയത്തില്ലല്ലോ, ഈ പറഞ്ഞത് കള്ളമാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുകയാണ്, അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടണം. കർത്താവിൻ്റെ നാമത്തിൽ അല്ലാതെ ചെയ്തതോ അതിന് ഈ ഭൂമിയിലും പ്രതിഫലമില്ല, വരാനുള്ളതിലും പ്രതിഫലമില്ല, അതങ്ങ് പോയി, അത്ര തന്നെ. എനിക്ക് പണം വേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് വേസ്റ്റ് ചെയ്തു, അത് കവിഞ്ഞൊന്നും അതിനകത്ത് അർത്ഥമില്ല. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്നതിന് ഒക്കെ പ്രതിഫലമുണ്ട്. അത് കർത്തൃദാസന്മാർക്കാണെങ്കിൽ ഭയങ്കരം. ഞാൻ ആ പദത്തിലോട്ട് ഒന്നുകൂടെ ഇറങ്ങാൻ പോവുക. പ്രവാചകനെന്ന് കണ്ട് പ്രവാചകനെ സ്വീകരിച്ചവന് പ്രവാചകൻ്റെ പ്രതിഫലമുണ്ട്. പ്രവാചകനെന്ന് തെറ്റിദ്ധരിച്ച് കള്ളപ്രവാചകനെ സ്വീകരിച്ചാലോ? ആ വാക്ക് മറക്കരുത്, യേശുവിൻ്റെ വാക്കാ. പ്രവാചകനെന്ന് കണ്ട് പ്രവാചകനെ സ്വീകരിച്ചവന് പ്രവാചകൻ്റെ പ്രതിഫലമുണ്ട്. സുവിശേഷകനെന്ന് വിചാരിച്ച് സുവിശേഷകനെ സ്വീകരിച്ചാൽ സുവിശേഷകൻ്റെ പ്രതിഫലമുണ്ട്. എൻ്റെ ദാസനെന്ന് വിചാരിച്ച് ദാസനെ സ്വീകരിച്ചാൽ ദാസൻ്റെ പ്രതിഫലമുണ്ട്. തെറ്റിദ്ധരിച്ച് കള്ളനെ സ്വീകരിച്ചാലോ ഒരു പ്രതിഫലവും കിട്ടാനില്ല, ശിക്ഷ കിട്ടാതിരുന്ന ഭാഗ്യം. ഞാനിവിടെ പരസ്യമായിട്ട് ഒരിക്കൽ പറഞ്ഞ ഒരു സാക്ഷി എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു അനുഭവം. ഒരു ദിവസം പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരല്പം കൂടുതൽ, ഒത്തിരി ഒന്നുമില്ല, ചില 3,000-4,000 രൂപ എൻ്റെ ലെസ്റ്റാവും. ഞങ്ങളുടെ എത്ര പൈസ വരുമെന്ന് എനിക്കറിയാം, എത്ര വെച്ചേക്കുമെന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആവശ്യമുള്ളതിനേക്കാൾ ഒരു 3,000-4,000 രൂപ, 3,000 ആണെന്ന് തോന്നുന്നു എൻ്റെ ലെസ്റ്റാവും. അപ്പം ഞാൻ പറഞ്ഞ ആദ്യം വിളിക്കുന്ന ദൈവദാസനാരോ ആവശ്യത്തിലുള്ള ഒരാൾ, അദ്ദേഹത്തിന് കൊടുക്കാൻ ദൈവം എൻ്റെ ഇപ്പോഴേ ഏൽപ്പിച്ചതാ, ദാറ്റ്സ് ഇറ്റ്, അടുത്ത ആരാ വിളിക്കുന്നതെന്ന് നോക്കാം. അന്ന് തന്നെ എന്നെ ഒരാൾ വിളിച്ചു. അപ്പോൾ എനിക്ക് മിക്കവാറും മനസ്സിലായി ഇത് അദ്ദേഹത്തിനുള്ളതാണ്. എന്നോട് പറഞ്ഞ് ഞാനിവിടെ വന്നിട്ടുണ്ട്, ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്, മീറ്റിംഗ് വല്ലതും ഉണ്ടേ നന്നായിരുന്നു. മീറ്റിങ്ങിന് പരിചയമില്ലാത്ത ഒരാളിനെ വിളിച്ചാൽ മീറ്റിംഗ് ഉഴപ്പിപ്പോയി ഇങ്ങനെ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പാസ്റ്റർ മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ തൽക്കാലം എളുപ്പമല്ല. എന്താ അല്ല, ഞാനിവിടെ കുറച്ച് ദിവസം കാണുമായിരിക്കും, ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് മീറ്റിംഗ്. ഞാൻ പറഞ്ഞു ദയവായിട്ട് ഇങ്ങോട്ട് വന്നാട്ടെ, നമുക്ക് തമ്മിൽ കാണാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മീറ്റിംഗ് ഇല്ല. ഞാനെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നോടൊരു ദൂത് അങ്ങ് പറഞ്ഞു. ആ ദൂത് കേട്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇയാൾ കർത്താവിൻ്റെ ദാസനല്ല. കാര്യം ദൂത് അങ്ങനെ തെറ്റാം. ഞാൻ ഒരു പ്രതികരണത്തിനും പോയില്ല. നേരത്തെ തീരുമാനിച്ചത് ഒരു കവർ അദ്ദേഹത്തിൻ്റെ കൊടുക്കുകയും ചെയ്തു. ആ ആഴ്ച തീരുന്നതിന് മുമ്പേ എൻ്റെ പൈസയില്ല. ഞാൻ ഇത് പറ്റുന്ന എനിക്കങ്ങനെ ഒരു പതിവില്ല. എൻ്റെ ആവശ്യത്തിനുള്ളത് എപ്പോഴും ദൈവം എൻ്റെ തരും, അതില്ലാതെ വന്ന ഒരു സംഭവമില്ല. ഞാൻ ചിന്നമ്മയോട് എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിൻ്റെ പൈസ വല്ലതുകൊണ്ട് അവൾ പറഞ്ഞു എൻ്റേതും തീർന്നു, കയ്യിലൊന്നും ഇല്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു? എൻ്റെ അകത്ത് പെട്ടെന്ന് വന്നു, ദൈവദാസനല്ല എന്ന് അറിഞ്ഞേച്ച് ദൈവദാസൻ്റെ സ്ഥാനത്ത് മാനിച്ചതിന് തന്ന ശിക്ഷയായിരിക്കും. ഞാൻ അന്ന് വീണ്ടും ഒരു തീരുമാനമെടുത്ത്, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരാളിനെ മാനിക്കുമെങ്കിൽ അങ്ങയുടെ ആളാണെന്ന് എനിക്കും കൂടെ ബോധ്യമുള്ളവന് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് പിന്നെ ഇന്ന് വരെ ഭരണത്തിന് ക്ഷമം വന്നിട്ടില്ല. ഞാനീ പറയുന്ന ആശയങ്ങൾ കിട്ടുന്നുണ്ടോ? നമ്മൾ ചുമ്മാതെ ചെയ്യുന്നതല്ല, നമ്മൾ അകത്തോട്ടിറങ്ങി പഠിക്കുക. ശിഷ്യനെന്ന് കണ്ട് ശിഷ്യനെ സ്വീകരിച്ചവന് ശിഷ്യൻ്റെ പ്രതിഫലമുണ്ട് എൻ്റെ നാമത്തിൽ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ കാര്യം ഒന്നുമല്ല. അത് ആ മഹോദ്രവകാലത്ത്, മഹാപീഡന കാലത്ത് ഇസ്രയേലിലുള്ള യഹൂദനോട് ചെയ്തതിനെ ആസ്പദിച്ചാണ്. പക്ഷേ നന്മ ചെയ്യുന്നതിന് നന്മയുടെ പ്രതിഫലം ഉണ്ട്, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 7-ാം വാക്യവും 10-ാം വാക്യവും നോക്കിയാൽ നമുക്ക് 10 മിനിറ്റൂടെ ഉള്ളൂ. ഈ നല്ല പ്രവൃത്തികളെന്നത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 7-ഉം 10-ഉം വാക്യവും വായിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ വിലയേറിയ സ്വച്ഛ ജഡമാംസള തൈലം ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചു. യേശുവിൻ്റെ കാൽക്കൽ അത് ഒഴിച്ചു കഴിഞ്ഞ ഉടനെ ഒരാൾ ചോദിച്ചു, അല്ലെങ്കിൽ ശിഷ്യന്മാർ പറഞ്ഞു, ഇതൊരു വെറുഞ്ചലമല്ലേ, ഇത് എന്തിനാ? യൂദായിക്കൊക്കെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് 300 വെള്ളിക്കാശ് അധികം വിറ്റ് ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു. തുറന്ന് താഴെ എഴുതുന്നുണ്ട്, ഇവന് ദരിദ്രനോട് വിചാരിച്ചുണ്ടായിട്ടൊന്നുമല്ല, ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചില സമയത്ത് ചില ലക്ഷറികൾ എനിക്ക് തോന്നുന്നു തെറ്റാണെന്ന്, പലർക്കും തോന്നുന്നു തെറ്റാണെന്ന്. കർത്താവ് പറഞ്ഞ ആ സ്ത്രീ അങ്ങ് വിടെ, അവൾ എനിക്ക് വേണ്ടി ചെയ്തല്ലേ അങ്ങ് വിടെ. അപ്പോൾ ദൈവത്തെ മാനിച്ചുകൊണ്ട് ദൈവത്തെ ഡയറക്റ്റ് ബഹുമാനിക്കാൻ വേണ്ടി ചില ലക്ഷറികളൊക്കെ മുടക്കുമെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടം, അത് ദൈവത്തിന് ഇഷ്ടം. അടുത്തത് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും നിങ്ങളുടെ പ്രയത്നവും പ്രവൃത്തിയും എടുത്തു പറയുന്നത് കാണാം.
അത് രണ്ടും ദൈവത്തിന് പ്രയോജനമാണ്. അവിടെയും പ്രയത്നം എന്ന പദം കർത്താവിൻ്റെ വേലയെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ ആൻറ്റിനോമിനിസം എന്ന സബ്ജക്റ്റിനെ നമ്മൾ തൊടുകയാണ്. അത് നമ്മൾ വിശദീകരിക്കും. നാളെ അവിടെ എത്തിയേക്കും. ഇന്ന് നമ്മളോട് ഒരു രീതിയിലും എത്തത്തില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കാമോ? കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവൻ എന്നാ ശുശ്രൂഷ ചെയ്താലും, അപ്പം അത് ഞാൻ തീർത്ത് പറഞ്ഞോട്ടെ, എൻ്റെ പദമല്ല, ദൈവവചനത്തിൽ നിന്നാണ്, യേശുവിൻ്റെ വാക്കാ. അധർമ്മം പ്രവർത്തിക്കുന്നവൻ എന്നാ വീര്യപ്രവൃത്തി ചെയ്താലും യേശുവിൻ്റെ കൽപ്പന എന്നെ വിട്ടുപോകുന്ന. ഈ നല്ല പ്രവൃത്തിക്ക് എതിരാണല്ലോ അധർമ്മം. അധർമ്മം എന്നുള്ളതിനൊരു വിശദീകരണമുണ്ട്. അതിനെയാണ് ആൻറ്റിനോമിനിസം എന്ന പേരിൽ അടുത്ത ദിവസങ്ങൾ ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ലോകത്തിലെ ആത്മീയരെ കാർന്ന് തിന്നുന്ന ഒരു വഴിതെറ്റിയ പഠനത്തിൻ്റെ തിരുവചന മറുപടിയായിരിക്കും ആൻറ്റിനോമിനിസം, അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള, പ്രമാണം തെറ്റിയുള്ള ജീവിതം. ദൈവം ചില പ്രമാണങ്ങൾ വെച്ചത് തെറ്റിച്ചേച്ച്, ചില കൽപ്പനകൾ വെച്ചത് ലംഘിച്ചേച്ച് പ്രവചിക്കാം, രോഗികളെ സൗഖ്യമാക്കാം. ഇത് നടക്കും. അവിടെ 3 ഭാഗങ്ങൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കാം. ഒന്ന്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, ഒരുത്തനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് പറയുന്നത് ആരാ? ബിസിനസ്സുകാരനാണോ? അല്ല, അവൻ ആ ബിസിനസ്സിൻ്റെ പേര് പറയാൻ വേറെയുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ആരാ? കള്ളൂടനാണോ? അല്ല, അവന് കള്ളിൻ്റെ പേര് പറയാനുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആരാ? സിനിമയ്ക്ക് പോകുന്നവനാണോ? അല്ല, അവന് സിനിമയുടെ പേര് പറയാനുണ്ട്. പിന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആരാ? പള്ളിയിൽ പോകുന്ന ഞാനും നിങ്ങളുമാണ്, ചർച്ച് ഗോയേഴ്സ്. നമ്മുടെ കാര്യമാണ്. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. ക്ഷമിക്കണേ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. പറയുന്നത് പള്ളി പോകുന്നവനാണ്, ചർച്ച് ഗോയേഴ്സ്. നമ്മളാ കർത്താവേ കർത്താവേ എന്ന് പറയുന്നത്. പക്ഷെ അവരല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിക്കുന്നവരാ. ഇവിടെ വരികയും ഇഷ്ടം അനുസരിക്കുകയും വേണം. ഇവിടെ വരുന്നവർ ഇഷ്ടം അനുസരിക്കണം. ഇഷ്ടം അനുസരിക്കുന്നവർ വരാതിരിക്കാൻ ഒക്കത്തില്ല. കാര്യം സൽപ്രവൃത്തികളുടെ കൂട്ടത്തിൽ നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. നമ്മൾ അവിടോട്ട് വരും. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗത്തെ അലക്ഷ്യമായി കരുതരുത്. ഇതൊക്കെ നന്മയുടെ ഭാഗങ്ങളാണ്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. രണ്ടാമതൊരു കൂട്ടം ആളുകളെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? ഞങ്ങൾ നിൻ്റെ നാമത്തിൽ തെരുക്കളി പഠിപ്പിച്ചില്ലേ? ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? സത്യമാണ്, അത് എന്നെപ്പോലുള്ളവരാ. ഞാൻ പൊതുഭാഷയിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് കരിസ്മാറ്റിക് മിനിസ്റ്റേഴ്സ്. വേറെ ആരാ പ്രവചിക്കുന്നത്? വേറെ ആരാ തെരുക്കളി ഭൂതത്തെ പുറത്താക്കുന്നത്? ഇറ്റ് ഈസ് കരിസ്മാറ്റിക് മിനിസ്റ്റേഴ്സ്. ഉണർവുകാരായ എന്നെപ്പോലെയുള്ള എൻ്റെ ലെവൽ മുതൽ മേളിലോട്ടുള്ളവരാണ്. ഞാനതിലെ താഴത്തെ അറ്റത്ത് നിൽക്കും. എൻ്റെ ലെവൽ മുതൽ മേളിലോട്ടുള്ളവരെയാണ് ആ വിളിക്കുന്നത്. പക്ഷെ കർത്താവ് ഇത് കണ്ടേച്ച് പറഞ്ഞു, സംഗതി സത്യമാണ്. നീ രോഗിയെ സൗഖ്യമാക്കിയില്ലെന്ന് പറഞ്ഞില്ല, പ്രവചിച്ചില്ലെന്ന് പറഞ്ഞില്ല, എൻ്റെ നാമം പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ ശരിയാണെങ്കിലും നീ അധർമ്മം പ്രവർത്തിക്കുന്നതാണ്. അവിടെ അധർമ്മം പ്രവർത്തിക്കുക എന്ന തർജ്ജിമയ്ക്കേക്കാൾ യോജിക്കുന്ന തർജ്ജിമ, സത്യമായ തർജ്ജിമ നിയമം പ്രമാണിക്കാത്തവരേ എന്നതാണ്. നിയമം പ്രമാണിക്കാത്തവരെ, ലോലെസ് പീപ്പിൾ. ലോലെസ്നെസ് എന്നത്, നിയമത്തിന് വിരോധമായി പോകുക എന്നത് അന്തിക്രിസ്തുവിൽ കാണുന്ന ഒരു ലക്ഷണമാണ്. അവൻ്റെ ഒരു കലർപ്പ് നിനക്കുണ്ടായിരുന്നു. ലോലെസ്നെസ്, അങ്ങോട്ട് നമ്മൾ താണിറങ്ങി വരും. അതാണ് ആൻറ്റിനോമിനിസം. മൂന്നാമതൊരു കൂട്ടം ആളുകൾ വന്നു വെച്ചാലും, കർത്താവേ, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചിട്ടില്ലേ? നീ ഞങ്ങളുടെ മേശയിൽ ആഹാരം കഴിച്ചിട്ടില്ലേ? അത് മൂന്നാമത്തെ കൂട്ടരാണ്. നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചില്ലയോ? എം.എ. വർഗീസ് പറയും, കർത്താവേ, ഞാനല്ലേ അവിടെ മീറ്റിംഗ് നടത്തിയത്? നീ ഞങ്ങളുടെ മേശകളിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ലയോ? ഈ ഉപദേശിമാരെയൊക്കെ വീട്ടിൽ കൊണ്ട് ചെലവിന് കൊടുത്തത് ഞാനല്ലേ? ഞങ്ങളുടെ തെരുക്കളിൽ നീ വന്ന് പഠിപ്പിച്ചില്ലയോ? ഞങ്ങളുടെ വീട്ടിൽ നീ വന്ന് ഭക്ഷണത്തിനിരുന്നില്ലയോ? കർത്താവ്, ഇതെല്ലാം സത്യമാണ്. നീ നല്ല ഒന്നാം തരം കരിസ്മാറ്റിക് ഓർഗനൈസറാ മോനെ, വെരി ഗുഡ്. പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്ന കാരണത്താൽ എന്നെ വിട്ടുപോകും. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. യു ദ ലോലെസ്. 3 കാറ്റഗറിയെ ഞാൻ തൊട്ടു. ആഴത്തിൽ പോകും ഇച്ചിലൂടെ കഴിയുമ്പോൾ. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. അത് സൽപ്രവൃത്തിയായിരുന്നു, അത് നല്ല പ്രവൃത്തിയായിരുന്നു. എബ്രായ ലേഖനം 13:6. എബ്രായ ലേഖനം 13:16. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്.
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറയാൻ പോകുകയാണ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ആ കൂട്ടായ്മ ആചരിക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സഭായോഗങ്ങളെ അലക്ഷ്യമായി കരുതരുത്. നിങ്ങൾ നന്മ ചെയ്യണം, കൂട്ടായ്മ ആചരിക്കണം. അടുത്തത്, നടത്തുന്നവർക്ക് കീഴടങ്ങിയിരിക്കുക, വിധേയത്വം കാണിക്കുക. ചർച്ചിനകത്ത് അതിൻ്റെ ഡിസിപ്ലിനുണ്ട്, ദൈവസഭയ്ക്ക് അതിൻ്റെ ഡിസിപ്ലിനുണ്ട്. ഇത് ഈ വക യാഗത്തിലാണ് പ്രസാദിക്കുന്നത്. അവിടെ യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമയാഗങ്ങൾക്കൊരു അന്തം വരുത്തിക്കൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്ന ഒരു യാഗം നടത്തി ആ യാഗത്തിൻ്റെ ഭാഗവാക്കുകളായി നിങ്ങൾ മാറുവാൻ, എബ്രായ ലേഖനം 13-ാം അധ്യായം മൊത്തം ഇങ്ങോട്ട് എടുത്താൽ ആ യാഗത്തിൻ്റെ ഭാഗവാക്കുകളായി തീരുവാൻ നിങ്ങൾ എന്ത് വേണം? നമ്പർ 1, അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. 2, സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. 3, നന്മ ചെയ്യാൻ മറക്കരുത്. 4, കൂട്ടായ്മ ആചരിക്കാൻ മറക്കരുത്. 5, നടത്തുന്നവർക്ക് കീഴടങ്ങിയിരിക്കുക, സഭയിൽ വിധേയത്വം കാണിക്കുക. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവിക യാഗവുമായി നാം ചേരുന്ന എല്ലാം കൂടെ ചേർത്തുകൊണ്ട് 1-ാം സഭയോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. 1 തീമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, തീമോത്തിയോസേ നീ എന്നെ അനുസരിച്ചോളാൻ പറയുന്നത് കാണാം. വായിച്ചു. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഞാൻ നിന്നെ ഒരു കൽപ്പന ഏൽപ്പിക്കുന്നു, ആജ്ഞ ഏൽപ്പിക്കുന്നു. അതൊരു കട്ടിയായിട്ടേമല്ലേ? സഭയ്ക്കകത്തത് വേണോ? പറയല്ലയോ നല്ലത്? സജസ്റ്റ് ചെയ്യല്ലോ? ഞാനാണെങ്കിൽ സാധാരണ സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം എന്നതാണ്, തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷെ പൗലോസ് അവിടെ ഒന്നും നിന്നില്ല കേട്ടോ. തൻ്റെ ലെവലല്ലല്ലോ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുക. അങ്ങനെ ആജ്ഞാപിക്കാൻ കഴിയുമോ പൗലോസ്? ഇല്ല, ചെയ്യത്തില്ലല്ലോ. കർത്താവിനെ ഏൽപ്പിച്ച എന്നാന്ന് എനിക്കറിയാമല്ലോ. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവനും ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിച്ചവനും ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ അയക്കപ്പെട്ടവനുമായ തനിക്ക് അറിയാം. ഇതറിയാവുന്നത് കൊണ്ടാണ് താൻ പറഞ്ഞത്, മോനെ തീമോത്തിയോസേ, ഞാൻ നിനക്കൊരാജ്ഞ തരികയാണ്. സൽപ്രവർത്തികളെക്കുറിച്ച് കുറേയേറെ നമ്മൾ ചിന്തിച്ചു. പ്രവൃത്തികൾ, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ പ്രയത്നം ഇന്ന് വിശദീകരിക്കുന്നില്ല, നാളെയും വിശദീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടോട്ട് നിർത്തട്ടെ. ഞാൻ നിൻ്റെ പ്രയത്നവും അറിയുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചത്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയത്, അവിടെ പ്രതികൂലമുണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പുറകോട്ട് നോക്കാതെ കർത്താവിന് വേണ്ടി ഓടിയത്, പിന്നെ കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തത്, ഇവയെ ചേർത്ത് പ്രയത്നം എന്ന് വിളിക്കാം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിൻ്റെ പ്രയത്നം അറിയുന്നു. ഇത്രയും ഒത്തുള്ളൂ. ബാക്കി നമുക്ക് നാളെ തുടങ്ങാം.